കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഇന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയുമായിട്ട് നമുക്ക് നേരെ ആ കിഴക്കേ നടയിൽ എത്തിയിട്ട് അവിടുന്ന് വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോവാം. ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ സുഖമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഗണപതിയെ കണ്ടു തൊഴാം. കാരണം ബാക്കി ഭാഗങ്ങളൊക്കെ ഒഴിവായിട്ട് നേരിട്ട് കാണാൻ പറ്റുന്ന തരത്തിലാണ്. 4 ഭാഗത്തുനിന്നും ദർശനം ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി തൊഴുതിട്ട് ആദ്യം തന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നേരെ പോവാം. അങ്ങനെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ കളഭാലങ്കാരം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ ആ ഗോപുരനട തുറക്കുകയാണ്. ഗോപുരനട കയറി അങ്ങനെ ആ വാതിൽപ്പടിയിലെത്തുകയാണ്. വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം കാണുകയാണ്. അകത്തെ പ്രകാശം വളരെ മനോഹരമായ ആ പ്രകാശം ഇങ്ങനെ ഭഗവാന്റെ തേജോമയ രൂപത്തിൽ നിന്നുള്ള ആ പ്രകാശം നമ്മിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ ആ മേൽപ്പത്തൂരിനെ കണ്ടു തൊഴാം. മേൽപ്പത്തൂരിനെ കണ്ടു തൊഴുത് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുത് നേരെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ തൊഴുത് വരുമ്പോൾ ഇന്ന് പാമ്പിൻ്റെ ഉടലൊക്കെയാണ് ആദ്യം കാണുന്നത്. പിന്നെ പാമ്പിൻ്റെ തല കാണുന്നു. ഇന്ന് കാളിയമർദ്ദനാണ് കേട്ടോ. 3 തലയുണ്ട്. അങ്ങനെ നല്ല ഉടലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അതിൻ്റെ മുകളിലതാ ഭഗവാന്റെ ആ കുഞ്ഞിക്കണ്ണൻ്റെ കാലുകൾ കാണുന്നു, കാൽത്തളകൾ കാണുന്നു. കാൽത്തളകളിങ്ങനെ നല്ല ഒരു കാല് ഒരു പത്തിയുമ്പ് ചവിട്ടിയിട്ട് മറുകാല് മറ്റേ പത്തിയുമ്പിൽ നിന്നിട്ട് നൃത്തം ചവിട്ടുകയാണ്. കാളിയൻ്റെ തലയിൽ കയറിയിട്ട് ഫണത്തിൽ ഓരോ ഫണത്തിനും ഓരോ ചവിട്ട് കൊടുത്തിട്ട് നൃത്തം ചെയ്യുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാലിൽ ഇങ്ങനെ കാൽവളകൾ കാണാനുണ്ട്. പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയുണ്ട്. അതുപോലെ ഇടത്തെ കയ്യിൽ വാല് ഇങ്ങനെ വലത്തെ കയ്യിൽ വാല് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ നൃത്തം ചവിട്ടിയിട്ട് ആനന്ദ നൃത്തം ആടുകയാണ്. പക്ഷേ കാളിയൻ്റെ അഹങ്കാരം ശമിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുനിന്ന് ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ആ കാളിയമർദ്ദകനായിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ച കാണിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ കണ്ട് പിന്നെ തിരുമുടിമാലകൾ ഉണ്ട്. പീലി ചാർത്തിയിട്ടുണ്ട്. പീലികൾ ചാർത്തിയിട്ട് ഇങ്ങനെ കാണാനുണ്ട്. പീലിക്ക് തിരുമുടി കെട്ടിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതുണ്ട്. അങ്ങനെ അതേപോലെ ഉണ്ടമാലയുണ്ട് 2 താമരമാലയുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള 1 അങ്ങനെ പിന്നെ ചന്ദന അതായത് ഗോപിക്കുറി തൊട്ടിട്ടുണ്ട്. പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മാറത്തുമുണ്ട്, നെറ്റിയിലുമുണ്ട്. പിന്നെ കൈവളകൾ കാണാനുണ്ട്. തോൾവളകളുണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ അതേമാതിരി 4 മാലകൾ മേലെ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. തുളസി മാലയാണത് ചാർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് കാളിയമർദ്ദക രൂപത്തിൽ ഭഗവാൻ. ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് അഹങ്കാരമുള്ള ഭക്തർക്കൊക്കെ അഹങ്കാരത്തിന് ഓരോ ചവിട്ടും കൊടുക്കും. അല്ലാത്തവരെ മുഴുവൻ രക്ഷിച്ച് നടത്തും ചെയ്യും. അങ്ങനത്തെ ആ രൂപത്തിലാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ തിരുദർശനം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ദർശനം കണ്ട് നടക്കുക, പ്രാർത്ഥിച്ച് നടന്നോളൂ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും.
അങ്ങനെ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നേരെ ആ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴാം. രാവിലെ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതുമായ ആ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അവിടേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അവിടെ ഏതാ കൊമ്പും തുമ്പി കൈയൊക്കെ അങ്ങനെ കളവും കൊണ്ട് ചാർത്തിയിട്ട് നല്ല രസമായിട്ടാണ്. നെറ്റിപ്പൊട്ടൊക്കെ ചാർത്തിയിട്ടുണ്ട്. കുറച്ച് ഇതുണ്ട്, കദളിപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്, മാലയുണ്ട്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് കണ്ടു തൊഴുത് ആ ചെറിയ ഗണപതിനെയൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് വരാം. അങ്ങനെ വന്നിട്ട് നേരെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ അവിടുന്ന് കണ്ടു തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതുപോലെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ നല്ല അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തൊഴുത് അതേപോലെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് നേരെ വീണ്ടും നമ്മൾ തിരിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് കണ്ണൻ്റെ അവിടെ വന്ന് നോക്കാം. കണ്ണനൊരു തുളസിമാലയൊക്കെ തുളസിയും തെച്ചിയായിട്ടുള്ളൊരു മാല ചാർത്തിയിട്ടുണ്ടെന്ന്. പിന്നെ മുരുകനെ കാണാം. അതുപോലെ ആഞ്ജനേയ ഭഗവാനെ കണ്ടു തൊഴാം. അവിടെ നിറയെ കുങ്കുമം അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ വന്ന് തൊഴുത് വീണ്ടും ശ്രീകോവിലിൻ്റെ ആ ഓവിലിൻ്റെ അവിടേക്ക് എത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് വന്ന് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന കണ്ണനെ, താമരക്കണ്ണനെ കണ്ടു തൊഴാം. മണിക്കിണർ നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് നമ്മുടെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ കണ്ട് തൊഴുത് കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വസുദേവരി ഒക്കെ കണ്ടു. ഇനി നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയെ കണ്ട് തൊഴാം. ഭഗവതീനെ കണ്ട് എല്ലാ വിഷമങ്ങളും അവിടെ അങ്ങോട്ട് പങ്കുവയ്ക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ സൈഡിൽ വന്ന കോർണറിലെത്തിയ മമ്മിയൂരിലേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമ്മുടെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയാൽ അവിടെ നിന്ന് കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാം. കാളിയമർദ്ദക രൂപത്തെ കണ്ട് വണങ്ങി വീണ്ടും നമ്മളെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തണം. കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അയ്യപ്പസ്വാമിയുടെ അവിടെ എത്താം. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നാൽ ഉള്ളിലേക്ക് അകത്തേക്ക് നോക്കി തൊഴാം. നിറയെ ഭസ്മാഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. നന്നായിട്ടുണ്ട്. ചന്ദനമൊക്കെ ചാർത്തിയിട്ട് നല്ല രസമായിട്ട് കാണാനുണ്ട്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ ഒന്ന് പ്രദക്ഷിണമായിട്ട് നമുക്ക് പടിഞ്ഞാറേ നടയിലേക്ക് പോരാം. പടിഞ്ഞാറേ നടയിൽ വന്ന ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപത്തെ കാണാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെയും കണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ എൻ്റെ കൂടെ വന്ന് തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.